വന്യരായ സാദാത്തുക്കളെ, ഉസ്താദുമാരെ, മാന്യ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണിത്. ഇടയ്ക്കൊക്കെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് സംഘടനയെ സംബന്ധിച്ചും ആശയങ്ങളെ സംബന്ധിച്ചും വ്യക്തമായ ബോധം നിലനിർത്താൻ വേണ്ടി അല്ലാഹു ചില കാരണങ്ങളുണ്ടാക്കും. അതിൽ ഒന്നാണ് ഇപ്പോൾ നമ്മുടെ സംഘടനാ വിരോധികൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളും അവരുടെ നിരർത്ഥകമായ, മനുഷ്യരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റാത്ത പ്രസംഗങ്ങളും. ഇവിടെ ഒരു നീണ്ട പ്രസംഗത്തിന് ആവശ്യം ഇല്ല. സ്വാഗത പ്രസംഗം മുതൽ ഇതുവരെയുള്ള എല്ലാ പ്രസംഗങ്ങളും വളരെ മാന്യമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം ഉൾക്കൊള്ളുന്നവർക്ക് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ രൂപഭാവങ്ങൾ വ്യക്തമായി വരച്ചു കാണിക്കുന്നതും അതേസമയം വിഷയത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതുമായ പ്രസംഗങ്ങളായി നമുക്ക് അല്ലാഹു തന്നിട്ടുണ്ട്. ഇനി ഒരു നീണ്ട പ്രസംഗത്തിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒറ്റക്കാര്യം ഞാൻ പറയും. ഇന്ന് നമ്മുടെ സംഘടനയുടെ അപ്പുറത്ത് ഉള്ള സംഘടനയ്ക്ക് ഒരു പ്രസിഡന്റ് ഉണ്ട് എന്ന വിവരം കേട്ടു. കുറെ കാലമായി എന്തോ വയറ്റിലുണ്ട് എന്നല്ലാതെ എന്താണ് ഇത്, കുട്ടി തന്നെയാണോ, ഉണ്ടെങ്കിൽ തന്നെ ഏതാണ് എന്നറിയാത്ത ഒരു മട്ടമായി. ഇന്ന് മനസ്സിലായി ഒരു പ്രസിഡന്റ് ഉണ്ട്. ആ പ്രസിഡന്റ് കാര്യമായി എന്തെങ്കിലും ഒന്ന് ആദ്യമായി പറയണമല്ലോ. അതിനുവേണ്ടി ഒരു പ്രസ്താവന അത് വായിച്ചു. സമസ്തയുടെ പേരിൽ കാന്തപുരം പ്രചാരണം നടത്തരുത്. അതുകൊണ്ടാണ് ഇന്ന് കാന്തപുരം വരാതിരുന്നത്. കാരണം ഞങ്ങൾക്കൊക്കെ പ്രചരണം നടത്താലോ. ഇപ്പൊ പറഞ്ഞ ആദ്യമായിട്ട് ഒരു പ്രസിഡന്റ് പറഞ്ഞു നമ്മൾ കേട്ടില്ല എന്ന് വേണ്ട, അത് നമ്മൾ സ്വീകരിച്ചു. പക്ഷെ അപ്പുറത്ത് പ്രചരണം നടത്താൻ ആരെങ്കിലും യോഗ്യന്മാരുണ്ടോ? അത് വേറൊരു വിഷയമാണ്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഒരു പ്രസിഡന്റിനുണ്ടായ ഗതി കണ്ടവരാണ് നാം. ഇനി അടുത്ത പ്രസിഡന്റിന് എന്താ ഉണ്ടാകാൻ പോകുന്നത് കാണേണ്ടി വരും. ഈ പ്രസിഡന്റ് കാര്യമായി പറഞ്ഞത് എന്താ? കോഴിക്കോട് താനുണ്ടാക്കിയ സമാന്തര സമസ്തയും അതിന്റെ ഭാരവാഹി ലിസ്റ്റും അംഗീകരിച്ചു കിട്ടണമെന്ന ആവശ്യം കോഴിക്കോട് ജില്ലാ രജിസ്ട്രാർ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് അവസാനം പറയാം. ഒരു സംഘടനയുടെ സാധുത സംബന്ധിച്ച് തീരുമാനമെടുക്കാനുള്ള നിയമാനുസൃത ഫോറം 1886 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് തന്നെ അതത് ജില്ലാ രജിസ്ട്രാർക്കുണ്ടെന്ന അസന്നിഗ്ധമായ പ്രഖ്യാപനമാണ് സുപ്രീം കോടതിയിൽ കാന്തപുരം നൽകിയ അപ്പീൽ തള്ളിക്കളഞ്ഞതിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. ഏതായാലും പ്രസിഡന്റിന് ഇത് ബോധ്യപ്പെട്ടല്ലോ. എന്താ ബോധ്യപ്പെട്ടത്? ഒരു സംഘടനയുടെ സാധുത സംബന്ധിച്ച് തീരുമാനമെടുക്കാനുള്ള നിയമാനുസൃത ഫോറം അത് ജില്ലാ രജിസ്ട്രാർക്കുണ്ടെന്ന അസന്നിഗ്ധമായ പ്രഖ്യാപനം. ഞാൻ പ്രസിഡന്റിനോട് വിനീതമായി ചോദിക്കുന്നു, ഇങ്ങനെ ജില്ലാ രജിസ്ട്രാർക്കാണ് അതിന്റെ അധികാരമെന്ന് നിങ്ങൾ ഈ പ്രസ്താവനയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുമോ? ഈ പ്രസ്താവനയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുമോ? ഉറച്ചു നിൽക്കുമെങ്കിൽ നാളെ ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയാൻ തന്റെ ഇടം കാണിക്കണം. എന്തുകൊണ്ട് ഞാൻ പറയാൻ പോവാൻ. എന്തുകൊണ്ട്? ഞാൻ ഈ പ്രസിഡന്റിന് കഥ വല്ലതും അറിയുമോ? സെക്രട്ടറിയോ കഥ അറിയാത്ത ആളായി. ആദ്യത്തെ പ്രസിഡന്റ് കഥ ഇപ്പൊ ആരും അറിയില്ല. എന്നാൽ കഥ വല്ലതും അറിയോ? എന്തേ? കോഴിക്കോട് ജില്ലാ രജിസ്ട്രാർ ഓഫീസിലൊന്ന് പോയി അന്വേഷിക്കൂ. കൊല്ലങ്ങളായി അവിടുത്തെ ജില്ലാ രജിസ്ട്രാർ ഓഫീസിൽ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി പ്രസിഡന്റും മൗലാന കാന്തപുരം ഉസ്താദ് ജനറൽ സെക്രട്ടറിയുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ലിസ്റ്റാണ്
പറഞ്ഞത്. ഇപ്പോൾ നിലനിന്നുകൊണ്ടിരിക്കുന്ന സമസ്ത, അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇപ്പോൾ നിലനിൽക്കുന്നത് ഏതാണ്? അത് പറയേണ്ടത് രജിസ്ട്രാറാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? അതിനെ ഞങ്ങൾ സുപ്രീം കോടതി പോയത്. ആ രജിസ്ട്രാർ ഓഫീസിൽ പോയിട്ടൊന്ന് പരതി നോക്കൂ, അവരോടൊന്ന് ചോദിക്കും ഇപ്പോഴുള്ള ലീസ്റ്റ് ഒന്ന് തരുമോ. എന്നാൽ അവിടുന്ന് പകർത്തിത്തരും. അതൊരു 50 ഉറുപ്പ്യന്റെ മുദ്ര കടലാസിൽ അതിന് വേണ്ടത് എഴുതിത്തരും. ഒരു കടലാസൊക്കെ കൊടുക്കണം, എന്നാ എഴുതിത്തരും. എടുത്തു നോക്കിയാൽ ഉണ്ടാവുക എന്താണെന്നറിയോ? അപ്പോഴാ പ്രസിഡന്റ് ബോധം കിട്ടുക. എടുത്തു നോക്കിയാൽ ഉണ്ടാകുക സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി. ഇത് നിങ്ങളെ കൊണ്ട് പരസ്യമായി പറയിപ്പിക്കണം ആദ്യം. അതാണ് ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോയത്. എന്ത്? രജിസ്ട്രാർ തീരുമാനമാണ് ശരിയായ തീരുമാനം. അപ്പൊ ശരിയായ തീരുമാനം അനുസരിച്ച് ഇന്ന് രജിസ്ട്രാർ ഓഫീസിൽ വർഷങ്ങളായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ലിസ്റ്റും സ്വീകരിച്ച് അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന സമസ്തയും ബഹുമാനപ്പെട്ട താജുൽ ഉലമ പ്രസിഡന്റും കാന്തപുരം ഉസ്താദ് ജനറൽ സെക്രട്ടറിയുമായുള്ള സംഘടനയാണ്. ഇത് ഈ സാധു പ്രസിഡന്റ് വിവരറിയില്ല. അയാൾ ആദ്യമായിട്ട് കയറ്റിയിരുത്തിയതല്ലേ. അപ്പൊ കൊടുത്തൊരു പ്രസ്താവന. ഈ സംശയം ഉണ്ടോ നിങ്ങൾക്ക്? കാണിച്ചു തരാം.